ഇന്നലത്തെ വീണ്ടുമുള്ള ചെന്നൈയുടെ കളിയിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു കാര്യം, സഞ്ജു ഇല്ലായിരുന്നുവെങ്കിൽ ചെന്നൈയെ ആര് രക്ഷിക്കും എന്ന് തന്നെയാണ്. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ പരിക്ക് കാരണം ധോണി കൂടി കളിയിൽ നിന്ന് മാറി നിന്നതോടെ എല്ലാവരും ഞെട്ടുന്ന ഒരു കാര്യം എന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ സഞ്ജുവിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ടീം ആടി വിളഞ്ഞു നിൽക്കുന്ന സമയം സഞ്ജു അവതരിച്ച് അവിടെ വളരെയധികം അനായാസേന ചെന്നൈയെ ജയിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ മിന്നുന്ന സെഞ്ചുറി നേടിയിട്ടും CSK താരം സഞ്ജു സാംസണിനെ വിമർശിച്ചവർക്കെതിരെ തന്നെ ഇപ്പോൾ അശ്വിനാണ് രംഗത്തെത്തുന്നത്. സഞ്ജു സമർത്ഥമായാണ് കളിച്ചതെന്നും അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ എന്താണ് അർത്ഥമെന്നും അശ്വിൻ ചോദിക്കുന്നുണ്ട്. സഞ്ജു കുറച്ച് പതുക്കെയാണോ കളിച്ചതെന്ന് പലരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സഞ്ജു ഇന്നലെ കളി എത്ര സമർത്ഥമായി വായിച്ചെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജു കളിയെ എങ്ങനെയാണ് നിരീക്ഷിച്ചതെന്നും അത് എത്ര മുന്നോട്ട് കൊണ്ടുപോയി എന്നതും കണക്കിലെടുക്കുമ്പോൾ സഞ്ജുവിനെതിരായ വിമർശനത്തോട് താൻ യോജിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ആളുകൾ തന്റെ സെഞ്ചുറിക്ക് വേണ്ടി അദ്ദേഹം കൂടെ വേഗത കുറച്ചെന്ന് പറഞ്ഞേക്കാം, പക്ഷേ ഇല്ല, വെറും 54 പന്തുകളിൽ നിന്ന് അദ്ദേഹം സെഞ്ചുറി നേടി അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നു. സഞ്ജുവിന്റെ ഇന്നിംഗ്സ് മന്ദഗതിയിലല്ല, പലർക്കും സഞ്ജുവിൽ കൂടുതൽ റിസ്ക് എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നാം. എന്നാൽ മറ്റു ബാറ്റ്സ്മാൻമാരും റണ്ണ് കണ്ടെത്തിയില്ല. തനിക്ക് ശേഷം ബാറ്റ്സ്മാൻമാർ ആരും ശേഷിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം വളരെ സമർത്ഥമായി കളിച്ചു. ബ്രെവസ്, ദുബെ, കാർത്തിക് ശർമ്മ എന്നിവർ വന്നപ്പോൾ സ്പിന്നർമാർ ആക്രമിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം അവരുടെ മേൽ മാറ്റി. അതേസമയം മോശം പന്തുകൾ ശിക്ഷിക്കുന്നത് സഞ്ജു തുടർന്നു. ഉദാഹരണത്തിന് അൽസാരി ജോസഫ് ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റിവെച്ചു. റിസ്ക് എടുക്കേണ്ടി വന്നപ്പോഴെല്ലാം പന്ത് തന്റെ സ്ലോട്ടിലായിരുന്നു. അപ്പോൾ അദ്ദേഹം നടപ്പിലാക്കി. ഇന്നലെ തേർഡ് മാൻ ഏരിയയിൽ 3 ബൗണ്ടറികളും പോയിന്റിന്റെ ഇടതുവശത്ത് നിന്ന് ബൗണ്ടറികളിലും അദ്ദേഹം നേടി. സാധാരണയായി ഇവ സഞ്ജുവിന്റെ ശക്തമായ മേഖലകളല്ല, പക്ഷേ അദ്ദേഹം അനായാസന പേസ് ഫലപ്രദമായി ഉപയോഗിച്ചു. വളരെ മികച്ച ബാറ്റിംഗ് തന്നെ കാഴ്ചവെച്ചു. മികച്ച പ്രയോഗവുമായിരുന്നു അത്. അദ്ദേഹം പിച്ച് കൃത്യമായി വായിച്ചു. 54 പന്തിൽ നിന്ന് സെഞ്ചുറി നേടുന്നത് തീർച്ചയായും മന്ദഗതിയല്ല, അശ്വിൻ വീണ്ടും ചൂണ്ടിക്കാട്ടി. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് 103 റൺസിനാണ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. ഒരിക്കൽ പോലും ആരും കരുതിയിട്ടുണ്ടാകില്ല ചെന്നൈക്ക് അതാകുമോ എന്നത് നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടതായിരുന്നു. ഈ സീസണിലെ 2ാമത്തെ സെഞ്ചുറിയാണ് സഞ്ജു കുറിച്ചത്. 10 4ഉം 6 6ഉം സഞ്ജുവിന്റെ ഇന്നിംഗ്സ് മിഴിവേകി. ആ 20 ഓവറിൽ 6 വിക്കറ്റിന് 207 റൺസ് CSK അടിച്ചെടുത്തു. മറുപടിക്ക് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 104ന് എല്ലാവരും പുറത്താവുകയായിരുന്നു. സാധാരണയായി ഇവ സഞ്ജുവിന്റെ ശക്തമായ മേഖലകളല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും സഞ്ജു അത് അനായാസന ചെയ്തപ്പോൾ അദ്ദേഹത്തെ പരാമർശിക്കുകയും അഭിനന്ദിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ അഭിനന്ദിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അവൻ അവിടെ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. സഞ്ജു പിന്നെ എങ്ങനെ കളിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടായോ അവിടെ കളിക്കാനായി? ശരിക്കും പറഞ്ഞാൽ വായടപ്പിച്ച അശ്വിൻ ഇപ്പോൾ സഞ്ജുവിന്റെ ആരാധകരെയും അതുപോലെ കൂടെ നിൽക്കുകയായിരുന്നു. അത് വളരെയധികം തന്നെ നല്ല കാര്യമായി എല്ലാവരും പറയുന്നുണ്ട്. സാധാരണ എല്ലാത്തിനുമാണ് ഇപ്പോൾ അശ്വിൻ പരാമർശിക്കാറുള്ളത്. 100 അടിച്ച സഞ്ജുവും അതുപോലെ തന്നെ മുംബൈക്ക് ഏറ്റവും കൂടുതൽ ഭയാനകമായി മാറുകയായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ് എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും.